ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടിപൊളി ഐഡിയാസാണ് കേട്ടോ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് ഡ്രസ്സുകളിൽ ഇങ്ങനത്തെ ഫാഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ബ്ലൗസുകളിൽ, സാരി ബ്ലൗസിലായാലും ചുരിദാറിലായാലും നമുക്ക് പട്ട് പൗഡറുടെ ബ്ലൗസിലായാലും നൈറ്റിയിലായാലും ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇത്. പിന്നെ പാവാടേമയ്ക്കായാലും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡ്രസ്സുകൾക്കും ഫാഷൻ വർക്കുകൾക്കും ഒക്കെയും ഇത് ഈ ഒരു ഐഡിയാസ് ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളായ വീഡിയോസാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ സ്ക്വയറിലാണ് ഒരു മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് സ്ക്വയറിലാണ് കേട്ടോ ഈ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ആദ്യം നമ്മൾ കോണോട് കോൺ എന്ന രീതിയിൽ മടക്കി, എന്നിട്ട് നമ്മൾ വീണ്ടും അഗെയിൻ ഒരു കോൺ മടക്കി, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഫോൾഡഡ് ഭാഗം വെച്ചു. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ നാട മേടിക്കാൻ കിട്ടും. അല്ല, ഇതുപോലത്തെ ചരട് മേടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ഇട്ടിട്ട് തിരിച്ച് മറിച്ച് അങ്ങനെ അടിക്കാവുന്നതാണ്. അതായത് ഒരു 3/4 ഇഞ്ച് വീതിക്കൊക്കെ തുണി എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് തയ്ച്ച് അപ്പുറത്തേക്ക് മറിച്ചിടാം. ഒരു ഇർക്കിളി വെച്ചിട്ടോ സൂചി വെച്ചിട്ടോ സൂചിയോട് തുന്നിയ ശേഷം തിരിച്ച് മറിച്ചിടാം. അങ്ങനെയൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാം കേട്ടോ. ഈ വള്ളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ചരട് മേടിക്കാനും കിട്ടും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫോൾഡഡ് സൈഡിൻ്റെ ഭാഗത്തേക്ക് കോണോട് കോൺ വരുന്ന രീതിയിൽ വെച്ചിട്ട് തയ്ച്ചു, ഇതുപോലെ തയ്ച്ചു. എന്നിട്ട് തയ്ച്ച ശേഷം സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് മറിച്ചിടുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്താ പറയുക, മറിച്ചിടുമ്പോൾ ഫിനിഷിംഗ് ആയി കിട്ടുന്നത് മാത്രമല്ല, അതങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതും കൂടി, അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നൂല് പിടിച്ചൊന്ന് വലിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് നൂല് പിടിച്ച് വലിക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതുപോലൊരു കുഞ്ചലം ലട്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ലട്കനുകൾസ് ഉണ്ടാക്കാൻ പറ്റും. പല രീതിയിൽ നമുക്കിതുപോലെ തുണി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ക്വയർ എന്ന രീതിയിൽ എടുത്തിട്ടാണ് ചെയ്തത്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ ഉള്ളിലെ തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കാത്ത രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതി ചെയ്തിരിക്കുന്നത്. മെറ്റീരിയലിൻ്റെ അളവ് കൂടുതൽ വേണ്ടിവരും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഓക്കെ, സ്ക്വയറിൽ എടുക്കുമ്പോൾ തുണിയുടെ അളവ് കുറച്ച് കൂടുതൽ വേണ്ടി വരുന്നു മാത്രം. ഇനി വേറെ രീതിയിൽ ചെയ്യേണ്ട, അതിൽ തുണി കുറവും മതി ആ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ. ഇതല്ല കേട്ടോ, വേറൊരു രീതിക്ക് കൂടിയും ചെയ്യാനുണ്ട്. അതുകൂടി കണ്ടു നോക്കി. ഇത് നമ്മൾ സർക്കിളിൽ എടുത്തിട്ടാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. ആ രീതിക്ക് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം, അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നമ്മളത് സർക്കിൾ വരച്ച ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സിമ്പിൾ ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് അതിനെ മടക്കി എടുത്തു, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഈ ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. നമ്മളൊരു ട്രയൽ കാണിച്ചു തരുന്നത് കൊണ്ട് ഇതിൽ തന്നെ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ വ്യത്യാസവും അതിൻ്റെ വ്യത്യാസവും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ചെരിച്ചും ചെയ്യാം. ഇത് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ സെൻറ്ററിലേക്ക് അല്ല, ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കുറച്ച് ഉൾസൈഡൊക്കെ നല്ലൊന്ന് എന്താ പറയുക, പൊന്തി നിൽക്കുന്ന ഒരു രീതിക്കാണ് വരുന്നത്. സെൻറ്ററിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഈക്വലായിട്ട് വരും കേട്ടോ. അങ്ങനെ ചെയ്യണവർക്ക്, ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് നോക്കി നോക്കാവുന്നതാണ്. നേരത്തെ എടുത്തത് നമ്മൾ ഒത്ത സ്ക്വയറിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തുണി എടുത്തിരിക്കുന്നത് സർക്കിളായിട്ടാണ് കേട്ടോ. രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ട് വരും. അപ്പോൾ നമ്മളത് അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ഫിറ്റായിട്ടാണ് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിക്കും നമുക്ക് ഇതുപോലെ കുഞ്ചലം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതാകുമ്പോൾ തുമ്പ് ഭാഗമൊക്കെ അങ്ങനെ പുറത്തേക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എന്താ പറയുക ലൈനിങ്ങും കൂടി ഇട്ടിട്ട് ശേഷം തയ്ച്ച് മറക്കുകയാണെങ്കിൽ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടും കേട്ടോ. ഈ ഒരു രീതി. ഇനി ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ഷേപ്പിലാണ് നമ്മൾ തുണി കട്ടെടുത്തിരിക്കുന്നത്. 2 സൈഡിലേക്ക് വി ഷേപ്പ്, ഒരു സൈഡിലേക്ക് ഒരു സർക്കിൾ ഷേപ്പ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഇതിലാണ് കേട്ടോ. ഇങ്ങനത്തെ തുണി കൊണ്ട് വരുന്നതുണ്ട്, ഇതുപോലത്തെ സിൽക്കിൻ്റെ ഇതേപോലത്തെ എന്താ പറയുക
ചരട് വരുന്ന ടൈപ്പും ഉണ്ട്. ഇത് ഫുൾ സെറ്റ് മേടിക്കുന്നതായിരിക്കും കേട്ടോ ലാഭം. നമ്മളിതിങ്ങനെ ഫുൾ സെറ്റ് മേടിച്ചപ്പോൾ ലാഭമായി തോന്നി. 1 മീറ്ററൊക്കെ ആയിട്ട് മേടിക്കുമ്പോൾ വളരെ റേറ്റ് കൂടുതലാണ്. അതിൻ്റെ ഫുൾ എത്ര മീറ്ററാണോ ടോട്ടലി വരുന്നത് അതിൻ്റെ ആ ബോക്സ് അടക്കം മേടിക്കുന്നതായിരിക്കും കൂടുതൽ ലാഭമായിട്ട് വരുന്നത്. പിന്നെ എല്ലാ ടൈപ്പ് ഡ്രസ്സിനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ. അതെടുക്കുമ്പോൾ ഇതിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളിത് സെലക്ട് ചെയ്തെടുത്തത്. ഇത് സെൻറ്റർ കട്ട് ചെയ്താൽ വേറെ ടൈപ്പ് ഡിസൈനും രണ്ട് സൈഡും 2 ടൈപ്പ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അത് സെൻറ്റർ കട്ട് ചെയ്താലും ഇതിനെ വീതി കുറഞ്ഞ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഐഡിയ, ഈ ഒരു സംഭവം നമ്മൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വയ്ക്കണം കേട്ടോ. ഇത് സെയിം പ്ലെയിൻ കളർ ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ വശം മാറിപ്പോയാലും കുഴപ്പമില്ല. അതേസമയം നല്ല മെറ്റീരിയലിലാണ് ചെയ്യുന്നതെങ്കിൽ വല്ല പ്രിൻറ്റഡ് വർക്കൊക്കെ ഉള്ളതാണ് ചെയ്യുന്നത്, അതിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഉള്ളിൽ വരുന്ന വശം നല്ല വശമായിരിക്കണം. അതിൻ്റെ പ്രിൻറ്റ് വർക്ക് വരുന്ന നല്ല വശമായിരിക്കണം. ക്ലോത്തിൻ്റെ പുറമേക്ക് വരുന്ന നല്ല വശമായിരിക്കണം ഉള്ളിൽ വരേണ്ടത്. ആ വശത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് മറച്ചിട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സെയിം കളറ് നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മളിത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നൂലൊന്നും മാറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കാണിക്കുന്നു. വൈറ്റ് കളർ നൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സെയിം കളർ നൂലാകുമ്പോൾ അത് കാണില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നത് കാണില്ല കണ്ടോ. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നിങ്ങൾക്ക് ചരടോ അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവം വാങ്ങിക്കണതോ അല്ലെങ്കിൽ ചരട് നമ്മൾ തയ്ച്ചുണ്ടാക്കുന്ന ചരടോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം, ഉപയോഗിക്കാം. എന്നിട്ട് ഫോൾഡഡ് ആയിട്ട് വരുന്ന ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ആക്കിയിട്ട് ആ ഭാഗത്താണ് നമ്മൾ ചരട് വെച്ചത്. എന്നിട്ട് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും ഇതുപോലെ തന്നെ തയ്ക്കുക. അത് ആ ഒരു തുമ്പ് ഭാഗം കുറച്ച് മുകളിലേക്ക് നിന്നോട്ടെ. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അല്ലെങ്കിൽ അത് നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് തയ്ച്ച് അതിമ കിട്ടിയില്ല എങ്കിൽ അത് അതിൻ്റെ ഭംഗി പോവും. അതുകൊണ്ട് കുറച്ച് പുറത്തേക്ക് ആ ചരട് നിന്നോട്ടെ. അത് തയ്ച്ച ശേഷം നമുക്ക് ലാസ്റ്റ് അത് സൈഡ് ഫിനിഷിങ് ചെയ്യണോട് കൂടിയിട്ട് അത് നമുക്ക് കൃത്യമാക്കി ഒപ്പാക്കി എടുക്കാം. കെട്ടിട്ട് തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെയും അതുപോലെ ഈ ലേസ് വരുന്ന ഭാഗം നമ്മളിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത ശേഷം ആ നൂല് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് തരം ഡിസൈൻ ചെയ്യണമെങ്കിലും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. കുഞ്ചലത്തിന് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തില്ലേ, ഇത് ഈ രീതിക്ക് അല്ലാതെയും വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ലൈസ് അല്ലാണ്ട് ഇതിന് പകരം നമുക്കുള്ള നൂല് തന്നെ വെച്ചിട്ട് ഇപ്പോൾ ചെയ്ത ഈ റീസൈന് നൂല് വെച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ നൂല് സെൻറ്റർ കട്ട് ചെയ്ത ശേഷം അത് ഇതിനകത്ത് ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക തയ്ച്ച ശേഷം നമ്മളിപ്പോൾ ഈ ലൈസ് വെച്ച് തയ്ച്ച അതേ രീതിക്ക് നൂല് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് തയ്ക്കാം. അത് നൂല് വെച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. അത് അങ്ങനെ വെച്ച് തയ്ച്ചാൽ അതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.